ഇടുക്കി മറയൂരിൽ ഇറങ്ങിയത് 3 ആനകളടങ്ങുന്ന കൂട്ടം. 2 കൊമ്പനും ഒരു കുട്ടിക്കൊമ്പനുമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. കാന്തല്ലൂർ മറയൂർ റോഡിലൂടെ എത്തിയ ആനകൾ നിർമ്മാണത്തിലിരുന്ന റിസോർട്ടിന്റെ ഗേറ്റ് തകർത്തു. കീഴാന്തൂർ LP സ്കൂളിന് സമീപത്തെ കൃഷിയും ആനകൾ നശിപ്പിച്ചു. പത്തനംതിട്ട ചിറ്റാറിലും കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു. ചിറ്റാർ ഊരാമ്പാറ HETC എസ്റ്റേറ്റിലെ വാഴകൃഷിയാണ് ആനകൾ നശിപ്പിച്ചത്. എസ്റ്റേറ്റിലെ കെട്ടിടത്തിന് കേടുപാടും വരുത്തി. പുലർച്ചെ 1:30-ഓടെ 2 ആനകളാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. നാട്ടുകാർ ബഹളം വെച്ചതോടെ ആനകൾ കാടുകയറി. നെല്ലിയാമ്പതി പാടഗിരിയിൽ പാതയോരത്ത് നിർത്തിയിട്ട സഞ്ചാരികളുടെ കാറിന്റെ ചില്ലും ബോണറ്റും കാട്ടാന തകർത്തു. ഇന്നലെ രാത്രി ചായക്കടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ട കാറാണ് കാട്ടാന തകർത്തത്. തിരുവനന്തപുരം മംഗലപുരത്ത് കാട്ടുപോത്തിനെ കണ്ടെത്തി. തലയ്ക്കോണത്തെ ടെക്നോസിറ്റിക്ക് സമീപത്തെ പുരയിടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന നിലയിലാണ് കാട്ടുപോത്തിനെ കണ്ടെത്തിയത്. പ്രദേശത്തെ ഹോസ്റ്റലിൽ താമസിക്കുന്നവരും നാട്ടുകാരുമാണ് ഇന്നലെ വൈകുന്നേരം 6:30-ഓടെ കാട്ടുപോത്തിനെ കണ്ടത്. പുലി ഇറങ്ങിയതായി സംശയിക്കുന്ന പത്തനംതിട്ട കൂടൽ ഇഞ്ചപ്പാറയിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. പാറയ്ക്ക് മുകളിൽ നിൽക്കുന്ന പുലിയെന്ന് തോന്നിക്കുന്ന വന്യജീവിയുടെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.